പേടിത്തൂറിയായ ശ്യാമിന് ഇരുട്ടിനെ പേടിയായിരുന്നു. പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ അവന്റെ സുഹൃത്തുക്കളായിരുന്നു രാജേഷും കണ്ണനും. രാത്രികാലങ്ങളിൽ വിചിത്രമായ രൂപം ഇറങ്ങുന്നതായി അഭ്യൂഹങ്ങൾ പരക്കുന്നു. കുതിരയുടെ കാലുകളുള്ള ഈ രൂപത്തെ നേരിട്ട് കാണുന്ന നാട്ടുകാർ ഇതിന് കുതിരക്കാൽ എന്ന് വിളിക്കുന്നു. പുറമേ ധൈര്യം അഭിനയിക്കുന്നുണ്ടെങ്കിലും ശ്യാമിന് ഇരുട്ടിനെ പേടിയാണ്. കുട്ടിക്കാലത്ത് തന്നെ സ്നേഹിച്ചിരുന്ന ചോതി ചേച്ചി ആത്മഹത്യ ചെയ്തതാണ് ഇതിന് കാരണം. ഇരുട്ടാകുമ്പോൾ ചോതി ചേച്ചിയുടെ ആത്മാവ് തനിക്ക് ചോറുമായി വരുന്നത് ശ്യാം കാണുന്നുണ്ട്. ധന്യ എന്ന പെൺകുട്ടിയുമായി ശ്യാം പ്രണയത്തിലാണ്. ധൈര്യശാലിയായ ഒരാളെയാണ് ധന്യക്ക് വേണ്ടത്. രാത്രിയിൽ വീട്ടിലേക്ക് വരാൻ ധന്യ ആവശ്യപ്പെടുമ്പോഴെല്ലാം പേടി കാരണം ശ്യാം ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഒരിക്കൽ ധന്യയുടെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ച ശ്യാം കുതിരക്കാലിനെ കണ്ട് പേടിച്ചോടുന്നു. പിന്നീട് കുതിരക്കാലിൽ ധന്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ശ്യാമിന്റെ ഇരുട്ടിനോടുള്ള പേടി മനസ്സിലാക്കിയ ധന്യ അവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. കുതിരക്കാലിന് ഒരു പശുവിനെ കൊല്ലുകയും ശ്യാമിന്റെ അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. കുതിരക്കാലിന് ഒരു സർക്കസുകാരന്റെ മകനാണോ എന്ന് ശ്യാമിന് സംശയമുണ്ടെങ്കിലും അത് തെറ്റാണെന്ന് പിന്നീട് തെളിയുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായ പുഷ്പരാജും നാട്ടുകാരും ചേർന്ന് കുതിരക്കാലിനെ പിടിക്കാൻ തീരുമാനിക്കുന്നു. മദ്യം മോഷ്ടിക്കാൻ അവൻ വരുമെന്ന് കണക്ക് കൂട്ടി അവർ കാത്തിരിക്കുന്നു. ഒരു വീട്ടിൽ മദ്യം മോഷ്ടിക്കാൻ എത്തിയ കുതിരക്കാലിനെ ശ്യാമും കൂട്ടുകാരും നേരിടുന്നു. ഏറ്റുമുട്ടലിനിടയിൽ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ ശ്യാം വീണ്ടും ചോതി ചേച്ചിയുടെ ആത്മാവിനെ കാണുന്നു. എന്നാൽ ഇത്തവണ ഭയത്തിന് കീഴ്പ്പെടാതെ ആത്മാവ് നൽകിയ ചോറ് കഴിച്ച് അവൻ തന്റെ പേടിയെ അതിജീവിക്കുന്നു. ശ്യാം കുതിരക്കാലിനെ ധീരമായി നേരിട്ട് കീഴ്പ്പെടുത്തുന്നു. ഒരാൾ തൂക്കുമായി എത്തി കുതിരക്കാലിനെ കാലിന് വെടിവെക്കുന്നു. കുതിരക്കാലിനെ പിടിച്ചതോടെ ശ്യാം നാട്ടിലെ താരമാകുന്നു. തന്നെ ഉപേക്ഷിച്ച് തന്നെ വേണ്ടെന്ന് വെച്ച് അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നു.